യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തീയ വിശ്വാസ പാരമ്പര്യത്തിന്റെ ഏറ്റവും അവിഭാജ്യമായ അടിസ്ഥാന ഘടകമാണ് ക്രിസ്തുവിലുള്ള സ്നേഹവും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഭക്തിയും. ജപമാല നമ്മൾ കൈകളിൽ ഏന്തുമ്പോൾ ഒരു ആയുധമായിട്ടാണ് നമുക്ക് എപ്പോഴും കൂടെയുള്ളത്. പരിശുദ്ധ അമ്മയോട് ഓരോ ജപമണികൾ നമ്മൾ ജപിക്കുമ്പോഴും ഈശോയിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഈശോയിലേക്ക് എത്താൻ സാധിക്കുന്നു. നമ്മളുടെ എന്ത് ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നത് ബൈബിളിൽ തന്നെ പറയുന്നത് പോലെ സമയമെടുക്കുമെങ്കിലും സാധിച്ചു കിട്ടുന്നത് ജപമാലയിലൂടെയാണ് പകുതിയോളം. നമ്മൾ എന്നും ഒരു ജപമാല ചൊല്ലിയാൽ അത് നമ്മളുടെ കുടുംബത്തിനും അതുപോലെ തന്നെ നമുക്കും ഒരു പ്രൊട്ടക്ഷൻ തന്നെയായിരിക്കും. ഒരു ബാരിയർ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനും നമുക്ക് സാധിക്കും. ഈശോയെ എങ്ങനെയാണോ ഒരു കാപ്പയുടെ ഉള്ളിൽ അമ്മ പൊതിഞ്ഞു കെട്ടി സൂക്ഷിച്ചിരുന്നത്, അതുപോലെ തന്നെ ജപമാല ഭക്തിയിലൂടെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ സമൂഹത്തെയും ലോകം മുഴുവനെയും പരിശുദ്ധമ്മ കാക്കുന്നു. ഈ ഒരു ജപമാല മാസം അതുപോലെ നമുക്കും ഒരുപാട് ജപമാലകൾ ചൊല്ലി പരിശുദ്ധമ്മയ്ക്ക് കാഴ്ചവെക്കാം. ഈ ജപമാല മാസം അവസാനിക്കുകയാണ്, അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്നും ഒരു ജപമാല മാസത്തിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടും ഒരുപാട് ജപമാലകൾ ചൊല്ലി ഈശോയിലൂടെ അതുപോലെ തന്നെ മാതാവിലൂടെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.